നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി ഞാൻ നിൽക്കുന്ന എവിടെയാണെന്നറിയാവോ? നമ്മുടെ സാരി സെക്ഷനകത്താണ്. അപ്പം എല്ലാ ദിവസവും മൊഡാളും മയമാണ്. ഇപ്പം മൊഡാൾ സാരി എങ്ങനെ ഉടുപ്പിച്ച് കാണിക്കുക, എനിക്ക് സാരി ഉടുക്കാൻ കഴിയത്തില്ലല്ലോ. അപ്പോൾ സാരി ഉടുത്തവരെ കാണിക്കുക എന്നുള്ളതല്ലേ നടക്കത്തുള്ളൂ. ഇപ്പോൾ തൽക്കാലം മോഡലിനെ ഒന്നും ഇവർക്കാൻ സാധ്യതയില്ലാത്തതുകൊണ്ട് ഞാൻ ഇവർക്ക് കുറച്ച് പേരൊക്കെ ഇട്ട് ഇവരെ മോഡലാക്കി എടുത്തിരിക്കുക. ഇപ്പം നമ്മുടെ മൊഡാൾ സാരി ഇത് ഒത്തിരി പ്രിയമുള്ള സാരിയാണ്. പ്യുവർ മൊഡാളാണ്, ഒന്നുമില്ല, പ്ലെയിൻ മൊഡാൾ. ഇങ്ങനെ വന്നിട്ട് ഈ സാധനത്തിന് പറയുന്ന നോർത്ത് ഇന്ത്യയിലോട്ടൊക്കെ പറയുന്ന പേരിനെന്നറിയോ? പട്ട. പട്ട എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ വേറെ പല സാധനങ്ങളുണ്ടല്ലേ, നിരോധിക്കപ്പെട്ട സാധനം ഇല്ലേ? ഇല്ല, അങ്ങനത്തെ സാധനം ഇല്ലായിരുന്നു. പിന്നെ ഈ റബ്ബറിൻ്റെ ഇങ്ങനെ മരത്തിൻ്റെ അങ്ങനത്തെ ഒക്കെ പട്ടാന്ന് പറയും. ഇതിനും പട്ടാന്നാണ് പറയുന്നത്. ഇതിന് സെറി, അതാണ് ശരിക്കും ഉള്ളത് സംഭവം. ഇതാണ്, ഇത് മാത്രമേ ഉള്ളൂ ഈ സാരിയിൽ. പ്യുവർ മൊഡാൾ, ബ്ലൗസ് റണ്ണിങ് തന്നെയാണ്. അടിപൊളി സാരി. ഇതിപ്പോൾ വന്നിട്ട് ഡാർക്ക് മെറൂൺ ഷെയ്ഡ്. ഇതിൻ്റെ കുറേ ഷെയ്ഡ്സ് ഉണ്ട്. ഇതിൻ്റെ ഹൈലൈറ്റ് ഇത് കാണിക്കണം. ഇത് പർപ്പിൾ, ഡാർക്ക് പർപ്പിൾ. ഇനി ലൈറ്റ് ഷെയ്ഡ് മതി എന്നുള്ളവർക്ക് ലാവൻഡർ. ഇനി ഇതിൻ്റെ കുറച്ച് ഷെയ്ഡും കൂടി ഉണ്ട്, അത് ഞാൻ കാണിക്കാം. ഇത് വന്നിട്ടുണ്ടല്ലോ, ഇതിന് വന്നിട്ടുണ്ടല്ലോ പ്രത്യേകത എന്നാന്ന് ചോദിച്ചാൽ, പ്രത്യേകത ഒന്നുമില്ല. ഇത് തന്നെ, ഇതിൻ്റെ വേറൊരു കളറ് കണ്ടോ. ഇതാണ് സാരി. ഞണ്ടിക്കും ബൊമ്മ കൊടുത്തതിനെ കഴിഞ്ഞാൽ നല്ലത് ഞാൻ ഇട്ട കഴിയുമ്പോഴും അല്ലേ. ഇതിന് പ്രത്യേകതയുള്ള ഇനി വേറെ സാരി കാണിക്കാം. ഇതെന്ന് വന്നിട്ട് എന്നാ ചോദിച്ചാൽ റേറ്റ് വ്യത്യാസവും ഉണ്ട്. ഇങ്ങനെ കാണിക്കുമ്പോൾ റേറ്റ് വ്യത്യാസം പറയാൻ പറ്റത്തില്ല അല്ലേ. ഇതിനെല്ലാം ഈ ഒരേ ഷെയ്ഡുള്ളതിനെല്ലാം ഒരേ റേറ്റാണ് കേട്ടോ, ഇതിൻ്റെ കൂടെ റേറ്റ്. ഇനി റേറ്റ് വ്യത്യാസപ്പെട്ട സാരി കാണിക്കാം. ഇത് 2 ഷെയ്ഡാണ്. ചീറ്റിപ്പോയി, അല്ല ഒറ്റ ഷെയ്ഡാണ്. 2 ഷെയ്ഡുള്ളപ്പോൾ പിന്നെ എവിടെ പോയി? അതിനകത്തുണ്ടോ 5? ഇതും അത് തന്നെ. ഇതിൻ്റെ ഒരു എന്താ പറയുന്നത്, ഒരു ബേജ് കളറാണ്. ഇത് മുന്താണിയാണേ. മുന്താണി ഞാനിങ്ങനെ ശരീരത്തിട്ടേക്കുന്നേ ഉള്ളൂ. ഇത് 2 ഷെയ്ഡുള്ളതിന് റേറ്റ് കുറവും ഒറ്റ ഷെയ്ഡുള്ളതിന് റേറ്റ് കൂടുതലുമാണ്. പ്യുവർ മൊഡാളാണ്. ഇന്നലെ ഞാൻ കാണിച്ച മൊഡാളിൻ്റെ സാരിക്ക് ഇപ്പോഴും തീർന്നിട്ടില്ല അതിൻ്റെ എൻക്വയറി. അത് വരും 2 ദിവസത്തിനുള്ളിൽ. പോന്നുകൊണ്ടിരിക്കുക ആൾ. നാളെ ഇവിടെ രാവിലെ എത്തും. അടുത്ത ദിവസങ്ങളിൽ കാണിക്കാം കേട്ടോ. അജ്രക്ക് പ്രിൻറ്റോ എന്തൊക്കെയോ 6 ആഗ് പ്രിൻറ്റോ ഒക്കെ വരുന്ന സെയിം സാധനം, സെയിം റേറ്റ് വരുന്നുണ്ട്. എന്നും കൊണ്ട് ഇതും ആരും വാങ്ങിക്കാണ്ടിരിക്കരുത്. റേറ്റ് ഇതിൻ്റെ ഈ പട്ട വരുന്നതിനാണ് നമ്മൾ റേറ്റ് കൊടുക്കുന്നത്. ഇതിന് ഭയങ്കര ഇത് ശരിക്കും പക്ക പാർട്ടി വെയറാണ്. നമുക്കൊരു വെറൈറ്റി പാർട്ടി ടച്ചിൽ പോവുകയും ചെയ്യാം. പിന്നെ ഈ പറഞ്ഞ പോലെ പ്യുവർ മൊഡാളാണ്, നല്ല കംഫർട്ടാണ്. ഇത് നിങ്ങൾക്ക് ഇതിനെ ഒന്ന് കാണിച്ച്, എന്നെ തന്നെ കാണിക്കാതെ ഇതിൻ്റെ ഒന്ന് കാണിച്ച്, ഒരു വേഷം കെട്ടി നിൽക്കുമല്ലേ. അപ്പോൾ ഇവരുടെ ഇതിലെ നിൽക്കുന്നത് നല്ല ബോഡി ഷേപ്പ് തോന്നിക്കും, നല്ല സുഖം, കംഫർട്ടാണ്. അതാണ് അതിൻ്റെ ഒരു കാര്യം. ഇത് ഡബിൾ ഷെയ്ഡാണ്, ഇത് തന്നെ സെയിം. ഇനി അതിൻ്റെ വേറൊരു കളറ് മസ്റ്റാർഡ്, സെയിം ആണ്. ഇതാണ് ഞാൻ പറഞ്ഞത് ഡബിൾ ഷെയ്ഡ് വരുന്നത്. കണ്ടോ, ഇങ്ങനെ ഇരിക്കും. ഇവിടെ ഒരു ഷെയ്ഡ്, ഇവിടെ മുന്താണിക്ക് വരുമ്പോൾ ഇങ്ങനെ ഒരു ഷെയ്ഡ്, താഴോട്ട് വരുമ്പോൾ അതിൻ്റെ ഡാർക്ക് ഷെയ്ഡ്, ഇവിടെയോട്ട് മേളിലേക്ക് വരുമ്പോൾ ലൈറ്റ് ഷെയ്ഡ്. അങ്ങനെയാണ് ഫുള്ള്. ഞാനാണെങ്കിലേ ഇങ്ങനൊന്നും അല്ലല്ലോ വീഡിയോ എടുത്തോണ്ടിരുന്നത്. ഒരു സ്ഥലത്ത് നിന്ന് ചലനമില്ലാതെ വെറുതാങ്ങിയായിട്ട് നിന്നുള്ള വീഡിയോ എടുപ്പല്ലായിരുന്നു എനിക്ക് ഇത്രയും കാലം. അപ്പോൾ എനിക്ക് എന്തൊക്കെയോ തോന്നും. അതിൻ്റെ കൂടെ ഇത് കണ്ടോ സാധനങ്ങൾ വള്ളിയായിട്ടാണ് നടക്കുന്നത്. എന്നാന്ന് ചോദിച്ചാൽ കോൺലെസ് മൈക്ക് കേടല്ല, ചാർജ് ചെയ്യാൻ ചാർജർ കാണുന്നില്ലെന്ന്. എന്താ ചെയ്യുക. പിന്നെ എന്നെ ഒരു ദിവസം കാളെ വഴിയിലും കെട്ടാമെന്ന് പറഞ്ഞ പോലെ ഇന്നിപ്പോൾ ഇങ്ങനെ എടുക്കാം അല്ലേ. ഇത് അടുത്തത് പീച്ചിൻ്റെ ഡാർക്കും പീച്ചിൻ്റെ ലൈറ്റും കൂടെ വന്നിട്ട് ഇത് നല്ല കളറുകളാട്ടോ. എനിക്കിതിനകത്ത് വീഡിയോയ്ക്കകത്ത് എന്തോരം അത് കറക്റ്റ് കളർ കിട്ടുന്നുണ്ടെന്ന് എനിക്ക് പറയാൻ അറിയത്തില്ലെന്നല്ല, എനിക്ക് കറക്റ്റ് അറിയാൻ പറ്റുന്നില്ല. പക്ഷേ നല്ലതാണ്. ഇതൊക്കെ എല്ലാം ഷോപ്പിൽ ലഭ്യമാണ്. കാഞ്ഞിരപ്പള്ളിയിലൊക്കെ ഉള്ളവർ നേരിട്ട് വന്ന് വേണമെങ്കിൽ എടുക്കാം. പക്ഷേ ഒത്തിരി കാലം കഴിഞ്ഞ് വന്നിട്ട് ചോദിക്കരുത്. 2-3 ദിവസത്തിനുള്ളിൽ വരികയാണെങ്കിൽ കാണും. കാരണം ഓൺലൈനിൽ കാണിക്കുന്നതല്ലേ, ചിലപ്പോൾ ഓൺലൈൻ വഴി പെട്ടെന്ന് സെയിലായി പോകും. അതുകൊണ്ട് ആഷ് നേവി ബ്ലൂ, ആഷ് എന്ന് പറയാം. ഒരു പൗഡർ ബ്ലൂവിൻ്റെ ഒരു ഷെയ്ഡും കൂടി ഉണ്ട് കേട്ടോ. ഇവിടോട്ട് വരുമ്പോൾ നേവി ബ്ലൂ, മുന്താണി വരുമ്പോൾ ഇങ്ങനെ. അല്ലേ, ഇഷ്ടപ്പെട്ടോ? അയ്യോ, കമൻറ്റിൻ്റെ കാര്യം പറഞ്ഞില്ല. നാളെയാണ് നമ്മുടെ കമൻറ്റിൻ്റെ, നാളെ വെള്ളിയാഴ്ചയാണോ? അല്ല, വെള്ളിയാഴ്ചയാണ് നമ്മുടെ കമൻറ്റിൻ്റെ ഇത് ലാസ്റ്റ് ഡേറ്റ്. ഞങ്ങൾ കുറേ പേരുടെ ഇങ്ങനെ പേരുകൾ നോട്ട് ചെയ്ത്, എൻ്റെ ദൈവമേ, ചിരിച്ച് എൻ്റെ പരിപാടി തീരും. കമൻറ്റ് വായിച്ചായിരുന്നോ? വായിക്കണേ, ചിരിച്ച് പരിപാടി തീരും. ഭയങ്കര കലാകാരികൾ തന്നെ എന്തൊക്കെയോ ഉണ്ട്. ഇത് വേറൊരു കളർ, ഒനിയൻ്റെ ഒരു ഡാർക്ക് ഷെയ്ഡ് കേട്ടോ. ഒനിയൻ്റെ ഡാർക്കും ഒനിയൻ്റെ ലൈറ്റ്, ഇതാണ് ഷെയ്ഡ്.
പലയിടത്തും നോക്കി നിന്ന് ക്യാമറ എടുത്താൽ പലയിടത്തും ആയി പോകും. ഉണ്ടോ, കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോയെന്ന് എനിക്ക് ഒട്ടും കംഫർട്ട് തോന്നുന്നില്ല ഇതിനകത്ത്. ഇഷ്ടം കൊണ്ടുവരാം. ഇനി ഒന്ന് കട്ട് ചെയ്തോ. ഇപ്പം സാരി അത്രയേ ഉള്ളൂ. ഇന്നിപ്പോൾ മോഡാലിൻ്റെ സാരി, ആ ഒരു ടൈപ്പ് സാരിയെ കാണിക്കുന്നുള്ളേ. ഇനി ഞാനൊരു 2-3 ചുരിദാർ സെറ്റ് പരിചയപ്പെടുത്താം. ഇത് ഓൺലൈൻ തന്നെയല്ല, ഓഫ്ലൈനിൽ ഷോപ്പിൽ വന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. ഇതിപ്പോൾ നമ്മളുടെ ഹിറ്റായിട്ട് മാർക്കറ്റിൽ ഓടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ പാകിസ്ഥാനി ഷോള് വരുന്നില്ലേ, ഒരു സാധനം ഇറങ്ങിയിട്ടുണ്ടല്ലോ, എല്ലാവർക്കും അറിയായിരിക്കും. അതാണ് ഇത് ഡയറക്റ്റ് ഷോപ്പിൽ വന്ന് എടുക്കേണ്ടവർക്ക് എടുക്കാം. ഇത് മുഴുവൻ സ്റ്റോണാണ്. ഇതിൽ ഇത്ര സ്റ്റോൺ ഉണ്ടെന്നാണ് പറയുക. എത്രയോ എണ്ണം സ്റ്റോൺ ഉണ്ട്. സ്റ്റോൺ ഇതിന് വലിയ സ്റ്റോണാണ്. ഇതുണ്ടല്ലോ, ഇങ്ങോട്ട് നോക്കി, ഇത് പല വിലയ്ക്ക് ഇറങ്ങുന്നുണ്ട്. അതായത് ഇവിടുത്തെ മെറ്റീരിയലിലുള്ള വ്യത്യാസം, ഇവിടുത്തെ വർക്കിലുള്ള വ്യത്യാസം, പിന്നെ ഇവിടുത്തെ വർക്കിലുള്ള വ്യത്യാസം, ഈ ഹാൻഡ് വർക്കിലുള്ള വ്യത്യാസം, അതുപോലെ ചിലതിന് വിത്ത് ലൈനിങ്ങും കൂടെ കൂട്ടിയാണ്, ബോട്ടം വിത്ത് ലൈനിങ്ങും കൂടെ കൂട്ടിയാണ് ഇറങ്ങുന്നത്. ചില ബോട്ടം ഇല്ലാതെ ഇറങ്ങും. അങ്ങനെ പല രീതിക്ക് റേറ്റ് വ്യത്യാസപ്പെട്ട് ഇറങ്ങുന്നുണ്ട്. ഇതിൻ്റെ റേറ്റ് പറയാം കേട്ടോ, ഡിസ്പ്ലേ ചെയ്യാം. ഇതാണ് ഷോള്, കണ്ടോ. ഞാനിത് ജസ്റ്റ് ഒന്ന് കാണിച്ചതന്നേ ഉള്ളൂ കേട്ടോ. ഇതിൻ്റെ പല കളേഴ്സ് ഉണ്ട്. ഇതിൻ്റെ പിങ്ക് വരുന്നതുണ്ട്. നമ്മുടെ ഇത് കണ്ടോ, ഈ സൈഡ് മൊത്തം അങ്ങനത്തെ സാധനങ്ങളായിരിക്കും. ഇത് മൊത്തം ആ ടൈപ്പ് സാധനങ്ങളായിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വന്ന് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാം. എനിക്കെന്തോ ഭയങ്കര അൺകംഫർട്ടാണ്. ഞാൻ എന്നു പറയട്ടെ, നമ്മളിങ്ങനെ വീഡിയോ പിടിച്ചിട്ടില്ലാത്തതുകൊണ്ട് എനിക്കിഷ്ടമില്ല. എനിക്കിങ്ങനെയൊന്നും ഇഷ്ടമില്ല. എനിക്ക് സ്വസ്ഥമായിട്ട് സ്വൈര്യമായിട്ട് എവിടെയെങ്കിലും നിന്ന് വീഡിയോ പിടിക്കുന്ന ഇഷ്ടം. ഇനി അടുത്തത് കാണിക്കാതെ. ഇത് പാകിസ്ഥാനി ഷോളല്ല, വേറൊരു കുർത്തിയാണ്. ഇതിന് വരുമ്പോൾ കുറേ കൂടെ റേറ്റ് വ്യത്യാസം വരും. പക്ഷേ ടോപ്പയിലെ വർക്ക് അതുപോലെ തന്നെയുണ്ട്. ഷോള് പാകിസ്ഥാനി ഷോളല്ല, വേറൊരു ടൈപ്പ് ബാന്തിനി മോഡൽ ഷോളാണ്. ഇനി നമ്മുടെ ഒത്തിരി പേര് ചോദിച്ച ഒരു സാധനമാണ് അജ്രക്ക് ഷോൾ. ഈ ഷോള് തന്നെ ഞാൻ ഇന്ന് കാണിക്കുന്നുണ്ട്. ഷോളും ഇതും കൂടെ കൂട്ടിയിട്ട് വന്നിരുന്നത് വൈറ്റ് ആൻഡ് വൈറ്റ്. ഇനിയിപ്പം ഓണോ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേനും ഇത് വരുന്ന ഷോളുകൾ കട്ട് ചെയ്തോ. ഇതുണ്ട്, ഞാൻ പറഞ്ഞ ഷോളാണ് ഇത്. ഇതിപ്പില്ലേ പ്യുവർ അജ്രക്ക് പ്രിൻ്റാണ്. പക്ഷേ ഇത് വന്നിരിക്കുന്നത് ഈ സിൽക്കി റയോൺ എന്ന് പറയും. സിൽക്കി റയോൺ എന്ന് പറഞ്ഞെന്ന് വെച്ചാൽ സിൽക്ക് ഫീലല്ല, ഇത് തനി റയോണാണ്. ഇതിനകത്തുള്ള ഒരു പിടിക്ക് 2 പക്ഷി എന്ന് പറഞ്ഞ പോലത്തെ ഒരു സംഭവമാണ്. അതിനകത്ത് ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഇതുണ്ട്, ഇതാണ് ഷോൾ. അടിപൊളി ഷോളാണ്. നിങ്ങൾ എന്ത് പ്ലെയിൻ ഡ്രസ്സിൻ്റെ കൂടെ വൈറ്റോ ബ്ലാക്ക് അല്ലെങ്കിൽ ഡാർക്ക് മെറൂണോ അതിൻ്റെ ഒക്കെ കൂടെ വെയർ ചെയ്യാൻ പറ്റുന്ന ഒന്നാം തരം പാർട്ടി വെയർ ആയിട്ടുള്ള എന്താ പറയുക അജ്രക്ക് പ്രിൻറ്റ് വരുന്ന ഷോളാണ്. ഇതിൻ്റെ വിവിധ സാധനങ്ങളാണ് ഞാൻ കാണിക്കുന്നത്, വിവിധ പ്രിൻറ്റുകൾ. ഇതിനകത്തുള്ളൊരു ഗുണം നല്ല പ്യുവർ റയോണാണ്. ഇത് കണ്ടോ, നല്ല പ്യുവർ റയോണാണ്. ഇതിന് നമുക്ക് ഞങ്ങളുടെ ഷോപ്പിലൊക്കെ ഷോൾ എടുത്തിട്ട് ഇത് കണ്ടോ, ഇത് വെച്ച് ടോപ്പ് തയ്ക്കുന്നവരുണ്ട് ധാരാളം. നല്ല ഒന്നാം തരം ടോപ്പായിട്ടിരിക്കും. നിങ്ങൾ കുറച്ച് പ്രാവശ്യം ഇട്ട് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഷോളായിട്ട് തയ്ക്കാം. അല്ലെങ്കിൽ ഷോളിന് വേണ്ടിയിട്ട് ടോപ്പിന് വേണ്ടിയിട്ട് വേണമെങ്കിലും ഇത് പർച്ചേസ് ചെയ്യാം. അതിനകത്ത് ഒരു മോശവും എന്നൊന്നും വിചാരിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഇത് നല്ല ഐഡിയാസാണ്. എപ്പോഴും കാശ് അധികം മുടക്കാതെ നല്ല ഐഡിയാസ് വെച്ച് നല്ല സാധനങ്ങൾ ഡിസൈൻ ചെയ്ത് സ്വന്തമായിട്ട് വിയർ ചെയ്യുന്നവരാണ് മിടുക്കികൾ എന്ന് ഞാൻ പറയും. കുറേ കാശ് കൊണ്ട് ചിലർക്കൊരു വിചാരമുണ്ട് 10,000, 5,000, 10,000, 25,000 ഒക്കെ മുടക്കിയാൽ മാത്രമേ നല്ലത് കിട്ടുള്ളൂ. ഒന്നുമില്ല. 1000 രൂപയ്ക്ക് നല്ല സൂപ്പറായിട്ട് ഇത് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. പണ്ട് ആരാണ്ട് പറഞ്ഞ പോലെ എന്നാൽ ഞാൻ സാരി വെച്ച് ഇത് തയ്ക്കുന്ന കാര്യം പറഞ്ഞപ്പോഴത്തേനേ സ്കേർട്ടും ടോപ്പും നിറയ്ക്കുന്ന കാര്യം പറയുന്നത് കേൾക്കുമ്പോൾ ദേഷ്യം വരും. എനിക്കറിയത്തില്ല ഇങ്ങനെയൊക്കെ ദേഷ്യം വരാൻ തുടങ്ങിയത്. ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇടിച്ചിരിക്കുന്ന പോലെ ഇരിക്കും, പുക പിടിക്കും. ഞാനൊരുമാതിരി കുഴിക്കകത്ത് നിൽക്കുന്ന പോലെ ഇരിക്കുമല്ലോ. ഇത് ഒരെണ്ണം. ഇതിൻ്റെ ഡിസൈൻസ് വേറെ കാണിക്കുന്നത്. നിങ്ങൾ മേടിക്കുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്പർ കൂട്ടി മാത്രമേ അയക്കാവുള്ളൂ. നമ്പറില്ലാത്ത സ്ക്രീൻഷോട്ടിന് ആൻസർ പറയുന്നതല്ല. ഇത് അടുത്തത്, അതിൻ്റെ നേവി ബ്ലൂ. ഇഷ്ടമുള്ളത് എടുത്തോ. ഇതിൻ്റെ പ്ലെയിൻ ടോപ്പും ബോട്ടോ എടുത്തിട്ട് അതിൻ്റെ കൂടെ ഇതിടുവാണെങ്കിൽ ഏറ്റവും നല്ലത് വൈറ്റിനാണ്. അല്ലാതെ വേറെ പ്ലെയിൻ എടുത്തിട്ടിടുവാണെങ്കിൽ ഒത്തിരി രസം കേട്ടോ. ഞാനിതെല്ലാം പരീക്ഷണങ്ങൾ നടത്തിയിട്ടാണ് ഞാൻ പറയാം. ചുമ്മാ ഒന്ന് ഡയലോഗ് അടിക്കുമല്ലോ, സത്യമായിട്ടും പറയുന്ന ഉണ്ടോ ആ ഒരു ഡിസൈൻ ഉണ്ടോ അജ്രക്കിൻ്റെ ആ ഒരു സാധനം, അതാണ് ഏറ്റവും ഭംഗി. ഡിസൈൻസ് ഞങ്ങൾ ഇതിനകത്ത് എല്ലാം കൃത്യമായിട്ടല്ല അടുക്കി വെക്കുന്നത്. വേറെ മാറി വരുന്നുണ്ടേ. അപ്പം മാറി വരുന്ന ഡിസൈൻസ് മാറി എടുത്തോ. ഇതിങ്ങനെ കിടക്കുകയാണ്, അതെങ്ങനെ വേണമെങ്കിലും ഇടാം. ഇത് കണ്ടോ, അടുത്ത ഡിസൈൻ ബ്ലാക്ക്. നല്ല മെറ്റീരിയൽ കേട്ടോ. ഒരു ലൈനിങ്ങും കൂടെ അങ്ങോട്ട് ഇട്ട് തയ്ച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ സൂപ്പർ ടോപ്പായി.
ഇതിന് ധാരാളം ആവശ്യക്കാരായിരിക്കും എന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. ആവശ്യക്കാരാണ്, കാണുന്നവർക്കെല്ലാം ഇതിഷ്ടമാണ്, ആർക്കും ഇത് ഇഷ്ടപ്പെടാതെ പോകത്തില്ല. ഞാനിത് ആദ്യം കണ്ടപ്പോഴത്തെ മൊഡാളിൻ്റെ ഷോളാണെന്നാണ്. പെട്ടെന്ന് ഞാൻ പർച്ചേസിന് പോയപ്പോൾ ഞാൻ ആദ്യം ഓർത്ത് ഇത് മൊഡാളാന്ന് ഓർത്ത് എന്ന് പറഞ്ഞ് ചാടി അങ്ങ് വീഴുക. മൊഡാളിന് നമ്മുടെ ഇതേ ഷോപ്പിൽ ഇരിപ്പുണ്ട് 1890 രൂപ മൊഡാളിൻ്റെ പ്രിയർ മൊഡാളിൻ്റെ ഷോള്. പക്ഷേ ഇത് നമ്മളിങ്ങനെ അടുത്ത് പിടിച്ച് നോക്കുമ്പോൾ ഇത് മൊഡാളല്ല എന്ന് മനസ്സിലാകുന്നത്, അത്രയ്ക്ക് നല്ല ഇതാണ്. അടുത്ത ഇതാണ് ഡിസൈനേ, കണ്ടോ ഇങ്ങനെ കാണിക്കുന്നത്. ഞാൻ ഇട്ടേക്കുന്ന ചുരിദാർ മൊഡാളാണ്, അതിന് വെച്ച് തരുന്നുണ്ടോ? വേറെ കളറല്ലേ? നല്ല ഡാർക്ക് റെഡിഷ് മെറൂൺ കണ്ടോ. ഇതിൻ്റെ ആ മുന്താണിയാണ്, മുന്താണി എന്ന് പറയുമോ ഷോളിന് മുന്താണി എന്ന് പറയുമോ? ഇല്ലേ, ഞാൻ പറയും. നമ്മളല്ലേ ഓരോന്ന് പറയണ്ടോ എന്ന് നോക്കുന്നത്. ഇങ്ങനെ ആരെങ്കിലുമൊക്കെ പറഞ്ഞല്ലേ ഓരോ പേരുകൾ വരുന്നല്ലേ, അങ്ങനല്ലേ. നേവി ബ്ലൂ, മ്യൂസിക് ഇടുന്നുണ്ടല്ലേ, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇടുന്നത്. അയ്യോ, എനിക്കാണെങ്കിലുണ്ടല്ലോ ഒരു സുഖം ഇന്ന് കിട്ടിയില്ല. ഇന്നത്തെ വീഡിയോ എങ്ങനെ ഇരിക്കുവാവോ എനിക്കറിയത്തില്ല, എനിക്കിഷ്ടമില്ല. എനിക്ക് ഒരു സ്ഥലത്ത് നിന്ന് വീഡിയോ എടുക്കുന്ന വെച്ചാൽ എനിക്കിങ്ങനെ പറന്ന് നടന്നുകൊണ്ടൊന്നും പറ്റത്തൊന്നുമില്ല. 6 ആഗ് ഉണ്ടോ, നല്ലല്ലേ. പിന്നെ രസമാണെന്നറിയോ, ഇത് വൈറ്റ് എടുക്കണം കേട്ടോ, വൈറ്റ് ആൻഡ് വൈറ്റ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പറഞ്ഞാൽ നമ്മുടെ അടുത്തുണ്ട് ചുരിദാർ സെറ്റ് വൈറ്റ് ആൻഡ് വൈറ്റ്. എന്നിട്ട് ഇതിൻ്റെ കൂടെ അതിൻ്റെ ഷോളുണ്ട്, ആ വൈറ്റ് ആൻഡ് വൈറ്റ് ചുരിദാർ സെറ്റിന് ഷോളുണ്ട്. അതിൻ്റെ കൂടെ ഈ ഷോൾ ഇടണം. ഞങ്ങളവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, കാണിച്ചു തരാം. ഷോപ്പിൽ വരാൻ പറ്റുന്നവരെല്ലാം ഷോപ്പിൽ പോട്ടെ. ഇഷ്ടംപോലെ ചുരിദാർ സെറ്റും ജെൻസിൻ്റെ ഷർട്ട്സും പിന്നെ സാരിയും ഇന്നലെ ധാരാളം വന്നിട്ടുണ്ട്. ഉദ്ഘാടനം കഴിഞ്ഞിട്ട് 3 ദിവസമായിട്ടുള്ളൂ. ടൺ കണക്കിന് സാധനം വന്നിട്ടുണ്ട്. വരണം കേട്ടോ. ഇനിയിപ്പം ഞാൻ കടയിലോട്ട് എപ്പോഴും ക്ഷണിക്കലായിരിക്കും. കടയൊക്കെ തുടങ്ങേണ്ടേ, ഇതെല്ലാം തീർക്കണ്ടേ, നമുക്ക് എല്ലാം ഇതാക്കി എന്നാ പറയുന്നത് സെറ്റാവണ്ടേ. അപ്പോൾ പറയണ്ടേ, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, മുട്ടുവിൻ തുറക്കപ്പെടും. ഞാൻ ചോദിക്കും, എനിക്ക് ചോദിക്കുന്നതിന് ഒരു ഇതുമില്ല. എല്ലാവരും വരണേ കേട്ടോ, വരൂലേ, വരണേ. എന്ത് രസമല്ലേ, ബാന്തിനി പ്രിൻ്റ് മൊഡാള. ഇത് അജ്രക്കും ബാന്തിനി പ്രിൻ്റും കൂടെ മിക്സാണ്. ഇതിൻ്റെ ബോഡിക്ക് വരുമ്പം ബാന്തിനി പ്രിൻ്റ്. എന്നാ രസമല്ലേ. ഞാനും ഇത് കുട്ടറിനും എടുത്തൊരു കുർത്തി അടിക്കാൻ പോവാം, നല്ല സുഖമായിരിക്കും അല്ലേ. ഞാൻ റയോണിൻ്റെ ആളല്ലേ. അടിയ കിട്ടി. ബോഡിക്ക് വരുമ്പം ബാന്തിനി പ്രിൻ്റ്, മുന്താണിക്ക് വരുമ്പം മുന്താണിന്ന് ഇനി പറയുക അല്ലെങ്കിൽ എന്നെ കുറ്റപ്പെടുത്തുന്നുണ്ട്, ഞാൻ സ്വന്തമായിട്ട് പറയും കേട്ടോ, ഞാൻ പറയും. മുന്താണിക്ക് വരുമ്പം അജ്രക്ക്. എല്ലാം തോന്നിയാസാന്ന് പറയും. ഇത് കാണിച്ചല്ലേ, ഇത് റെഡ് അല്ലേ. ഇതും നല്ലതാണ്. ഇതിന് വൈറ്റ് ആൻഡ് വൈറ്റോ അല്ലെ ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് ഏറ്റവും രസം അതായിരിക്കും. ബ്ലാക്ക് ആൻഡ് ബ്ലാക്കും ഒക്കെ ഇട്ടിട്ട് നിങ്ങളിപ്പോൾ ഒഫീഷ്യൽ വെയർ ആയിട്ട് ഒരു സ്പെഷ്യൽ ഡേ ഒക്കെ ഉള്ളപ്പം പോവുകയാണെങ്കിൽ. പിന്നെ ഒരെണ്ണമായിട്ട് പർച്ചേസ് ചെയ്യണമെന്നില്ല, 2 എണ്ണം വാങ്ങിച്ചാലും ഒരു ഷിപ്പിങ്ങേ വരുള്ളായിരിക്കും അല്ലേ. വെയിറ്റ് അല്ലേ ചോ, 2 എണ്ണത്തിനും കൂടെ ഒരു ഷിപ്പിങ്ങിൻ്റെ വെയിറ്റ് അല്ലേ വരുമോ? അതിൽ കൂടുതൽ വരുമോ? ഉള്ളായിരിക്കും തോന്നുന്നു കേട്ടോ. നമുക്ക് കാണാതെ അറിയത്തില്ലല്ലോ, വെയിറ്റ് നോക്കിയിട്ടേ അറിയത്തുള്ളൂ. 2-3 എണ്ണമൊക്കെ ഒന്നിച്ച് വാങ്ങിച്ചു. ഇതൊന്നും എപ്പോഴും കിട്ടുന്ന സാധനമല്ല, ഞാൻ ചുമ്മാ പറയുന്നല്ല, ഇത് വാങ്ങിപ്പിക്കാൻ വേണ്ടി പറയുന്നല്ല. എപ്പോഴും കിട്ടുന്ന സാധനമല്ല, സുലഭമായിട്ട് കിട്ടുന്ന ഒരു സാധനമല്ല ഇത്. നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ വാങ്ങിച്ചോ. ഇത് അടുത്തത്, ഇത് എല്ലാ പ്രിൻറ്റും നല്ല. എനിക്കും ഇതിനകത്ത് പക്ഷേ എനിക്കിഷ്ടപ്പെട്ട കാര്യം കുർത്തി തയ്ക്കാം എന്നുള്ള, ടോപ്പ് തയ്ക്കണം. എന്നിട്ട് അപ്പം ഷോൾ തന്നെ ഇടുക. ഷോൾ ഇടുകയില്ലാത്തവരുണ്ടല്ലോ ധാരാളം. ഇത് കാണിച്ചാണോ? അല്ലല്ലേ, കാണിച്ചതാണെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾ നമ്പർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ എടുത്തോ, ഞങ്ങളത് ഫോട്ടോ എടുത്ത് അയച്ചു തന്നെ, ഞങ്ങളതെടുത്ത് അയച്ചു തന്നേക്കാം. ഇനി അത് റിപ്പീറ്റ് കാണിച്ചെങ്കിലും സദയം ക്ഷമിക്കുക. ചില ആൾക്കാരുണ്ടേ, 2 എണ്ണം കാണിച്ചാൽ ഞാൻ എപ്പോഴും പറയുന്നത് നിങ്ങൾ ഈ പറയുന്ന വില നിങ്ങൾ സ്ക്രീനിലെ വില നോക്കിയാൽ മതി. അപ്പം ഞാൻ പറയുന്നതിനകത്ത് ചിലപ്പം വില മിസ്റ്റേക്ക് ആയിരിക്കും പറയുന്നത്. ചിലപ്പോൾ വിലയൊന്ന് പറയും, സ്ക്രീനിലൊന്ന് കാണിക്കുന്നു. എപ്പോഴും ഞാൻ പറയുന്നില്ലേ, സ്ക്രീനിൽ കാണിക്കുന്നതാണ് വില. നിങ്ങൾ ആ സ്ക്രീനിലെ വില എടുത്തല്ലേ സ്ക്രീൻഷോട്ട് അയച്ചു തരുന്നത്, അതാണ് വില. ഞാൻ പറയുന്നത്, ഞാൻ വാഗോണ്ട് പറയുന്നതല്ലോ നിങ്ങൾ അയച്ചു തരുന്നത് അല്ലേ. റെഡിഷ് ഇത് കാണിച്ചോന്നൊരു സംശയം. കാണിച്ചെങ്കിലും കുഴപ്പമില്ല, നമ്പർ ഏത് വരുന്നോ അതനുസരിച്ച് അങ്ങ് വിട്ടേച്ചാൽ മതി. ഇതിൻ്റെ ഇത് കണ്ടോ എന്നാ രസമാണ്. ഇതിൻ്റെ എല്ലാം ഇവിടം പിടിച്ചായിരുന്നു മുന്താണി. എല്ലാവരും അതായിരുന്നു കാണിക്കേണ്ടത് സത്യത്തിൽ. ഷോപ്പിൽ വന്നാൽ ഇത് ഡയറക്റ്റ് കിട്ടും കേട്ടോ. കിട്ടുമെന്ന് പറഞ്ഞാൽ
ഒത്തിരി ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ടോ ഒരാഴ്ച കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഇന്നിപ്പോൾ എന്നാ ദിവസം ബുധനാഴ്ചയല്ലേ, ശനിയാഴ്ചയൊക്കെ വരെയൊക്കെ കാണുമായിരിക്കാം. അതിനുള്ള സ്റ്റോക്കൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ എന്നാവുമെന്ന് എനിക്കറിയത്തില്ല. ഇപ്പം എല്ലാവരും ഷോപ്പിലേക്ക് വായോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ചുരിദാർ സെറ്റും സാരിയൊക്കെ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് കേട്ടോ. മൊഡാളിൻ്റെ സാരി പുതിയത് വന്നു, അല്ലാതെ മൊഡാളിൻ്റെ അല്ലാത്ത സാരികൾ ഒത്തിരി വന്നിട്ടുണ്ട്. ഫാൻസി സാരീസ്, വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫങ്ഷൻ വെയർ സാരി, അതായത് 800-850 രൂപയ്ക്ക് നല്ല സൂപ്പർ ഫാൻസി ഫങ്ഷൻ വെയർ സാരികൾ വന്നിട്ടുണ്ട്. പിന്നെ ചുരിദാർ സെറ്റുകൾ വന്നിട്ടുണ്ട് നല്ലത്. ഞാൻ വഴിയെ ഇതൊക്കെ കാണിക്കാം. പിന്നെ ഷോപ്പിൽ ഡയറക്റ്റ് വന്നെടുക്കുമ്പോൾ നിങ്ങൾ കണ്ട് തൊട്ട് പിടിച്ച് വെച്ച് നോക്കിയൊക്കെ എടുക്കാമല്ലോ. ഇത് ഡാർക്ക് മെറൂൺ, ഇത് ബ്ലാക്കിനും ചേരും വൈറ്റിനും ചേരും. ഇത് സെയിമാ അല്ലേ? അത് സെയിം അല്ലേ? സെയിമാ. അഞ്ചിൻ്റെ കയ്യിലിരിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എന്നെല്ലാം കാണിച്ചല്ലേ. ഇച്ചിരി എനിക്കറിയത്തില്ല വീഡിയോയുടെ അവസ്ഥ ഇന്ന് എന്താവുന്നത്. ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല. എനിക്ക് ഒരു പെട്ടെന്ന് നമുക്ക് ഒരു സിറ്റുവേഷൻ ചേഞ്ച് ആകുമ്പോൾ അതുമായിട്ടൊന്നും ഇതാവാൻ വരണം. എനിക്കിവിടെ ഇത് ഇപ്പം ഓൺലൈൻ എടുക്കാൻ വേണ്ടി തന്നെയുള്ള സ്ഥലമാണ്. എൻ്റെ ഓഫീസിൻ്റെ ഒരു സൈഡാണ്. അപ്പോൾ ഉണ്ടല്ലോ, ഇപ്പോൾ ഇവിടെ കിടക്കുന്ന കണ്ടച്ചാൽ മതി. എന്നാന്നറിയോ, പുതിയ സാധനങ്ങൾ ഇങ്ങനെ ഒത്തിരി വന്നിരുന്നു. ബണ്ടിലുകൾ വന്നു. അപ്പോൾ വില ഇടാനെല്ലാമായിട്ട് ഇങ്ങോട്ടൊക്കെ കൊണ്ടുവന്ന് കാണിച്ചു. വില നോക്കിയൊക്കെ പോയി കഴിഞ്ഞിട്ട് എന്നാന്ന് പറയാലോ, ഫുൾ ബിസിയായി. ഇത് ഞാൻ ഓർത്ത് ഈ ഉദ്ഘാടനം കഴിഞ്ഞ് കഴിയും മനുഷ്യൻ എവിടെയെങ്കിലും കൈയും കെട്ടി ഇങ്ങനെ ഭരിച്ച് അങ്ങനെ ഇങ്ങോട്ട് പോകും. അത് ചെയ്യും ഇത് ചെയ്തും പറഞ്ഞിരുന്നാൽ മതി. ഇപ്പം എനിക്ക് ഈ പണ്ടാരണ്ട് പറഞ്ഞ പോലെ പറയുന്നില്ല. അത്രയും അലയാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ തോന്നുന്നു. എന്നാ പറഞ്ഞ ആർക്കാണ്ടിരിക്കാൻ നേരമില്ലെന്ന്, നടന്ന ബലമില്ലെന്ന് മാത്രം പറയരുത്. അത് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കത്തില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ സാരില്ല അല്ലേ, നല്ലതല്ലേ, എല്ലാം നല്ലതല്ലേ, എല്ലാം സംഭവിക്കുന്ന എല്ലാം നല്ലതിന്, ഇനി സംഭവിക്കാൻ പോകുന്നതും നല്ലതിന്. എപ്പോഴും ബൈബിളിലെ കാര്യങ്ങൾ മാത്രം പറയാണ്ടിരിക്കാതെ ഇടയ്ക്ക് ഭഗവത്ഗീതയിലെ കാര്യങ്ങൾ പറയണം, ഖുറാനിലെ കാര്യങ്ങൾ പറയണം. നമുക്ക് മതമൊന്നുമില്ല, നമുക്ക് ജാതിയില്ല, നമുക്ക് മനുഷ്യമതം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ എല്ലാവരും വേഗം വന്ന് പർച്ചേസ് ചെയ്യുക. കടയിൽ ഷോപ്പിൽ വരാത്തവരെല്ലാം വേഗം വായോ. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു. മൊഡാളിൻ്റെ സാരി ഉണ്ടാക്കിയോ? ഇല്ല. മൊഡാളിൻ്റെ സാരി ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട്. ഇപ്പോഴും മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുക. ആ മൊഡാളിൻ്റെ സാരി ഇത് വീണ്ടും വരുന്നുണ്ട് കേട്ടോ. 2100 സാരി വരുന്നും പറഞ്ഞുകൊണ്ട് ഈ സാരി വാങ്ങിക്കാതിരിക്കരുത്. അത് ഇത് രണ്ടാണ് ഇന്ന് കാണിച്ച സാരി. അപ്പം വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ഈ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, കമൻറ്റിൻ്റെ കാര്യം മറക്കരുത്, ഗിഫ്റ്റിൻ്റെ കാര്യം മറക്കരുത്. ഇന്നലെ ഒത്തിരി പേര് 2100 വന്ന് നിൽക്കുന്നുണ്ട്. 2400 രൂപയുടെ സാധനം കൂടെ പർച്ചേസ് ചെയ്താൽ നിങ്ങൾക്ക് 350 രൂപ ലാഭമാണ് ഒരു ബെഡ്ഷീറ്റ്. അപ്പോൾ ഇന്നത്തെ ഒരു ഷോളും കൂടി അങ്ങ് എടുത്തോ. അപ്പോൾ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് എളുപ്പമുണ്ടായിരിക്കും. ഒരു ബെഡ്ഷീറ്റ് കിട്ടാൻ വെറുതെ കിട്ടുന്നതല്ല, 350 രൂപ കളയണം. ആലോചിച്ചിട്ട് ചെയ്താൽ മതി. അപ്പം 2 ദിവസത്തെ പർച്ചേസിനാണ് നമ്മളത് കണക്കാക്കുന്നത്. പിന്നെ കമൻറ്റിൻ്റെ വെള്ളിയാഴ്ചത്തെ വീഡിയോയിലാണ് അതിൻ്റെ നറുക്കെടുപ്പ്. അങ്ങനെ നറുക്കെടുക്കും. എൻ്റെ തമ്പുരാനെ, നല്ല കമൻസ് ഉണ്ട് കേട്ടോ. ഞാൻ ചുമ്മാ കോമഡി ആക്കി പറഞ്ഞതേ ഉള്ളൂ. അയ്യോ എനിക്ക് സന്തോഷമാണ്. കാരണം ഒരാളെ മനസ്സിൽ ഇഷ്ടമില്ലാതെ ഒരാൾക്കും എനിക്കൊരാളെ ഇഷ്ടമില്ലെങ്കിൽ ചുമ്മാ ഇരുന്ന് അയാളെ പറ്റി ഗുണം പുകഴ്ത്തി പറയാനോ അല്ലെങ്കിൽ അയാളുടെ സ്ഥാപനത്തെ കൂട്ടി പുകഴ്ത്തി പറയാനോ ഒന്നും പറ്റത്തില്ല. അത് ഇഷ്ടമുള്ളവർ മാത്രമാണ് കമൻറ്റ് അടിക്കുന്നത്. അപ്പം ആൾക്കാരുടെ ഇഷ്ടം മനസ്സിലാക്കാൻ എന്നെക്കൊണ്ട് സാധിച്ചല്ലോ. അതൊരു വലിയൊരു സംഭവം തന്നെയാണ്. അപ്പോൾ സാരിക്കൊന്നും അല്ല വില, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾക്കാണ് വില. എല്ലാത്തിനും നന്ദി. ഇതൊക്കെ ആരൊക്കെ കേട്ട് കാണുമോ? എല്ലാവരും ഇപ്പോൾ സാരി കഴിഞ്ഞപ്പോഴേ നിർത്തിപ്പോയി കാണും. കേട്ടവർ കേൾക്കട്ടെ. താങ്ക് യു.